അങ്ങനെ പോർച്ചുഗൽ ആരാധകർക്കും വലിയൊരു നിരാശ നൽകിയ ഒരു ദിവസം തന്നെയായിരിക്കും ഇന്നലെ. സ്പെയിനെതിരെയുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗൽ ഇന്നലെ പരാജയപ്പെടുകയായിരുന്നു. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും വേൾഡ് കപ്പ് എന്ന ഒരു ഡ്രീം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ അവസാന നിമിഷത്തിലായിരുന്നു മെറീനോയുടെ ഒരു ഗോളിലൂടെ സ്പെയിൻ വിജയമുറപ്പിക്കുന്നത്. പോർച്ചുഗലിന് ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഗോളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. മത്സരത്തിന് ശേഷമുള്ള റൊണാൾഡോയുടെ വാക്കുകളൊന്ന് നോക്കാം. എനിക്ക് പോർച്ചുഗലിന് വേണ്ടി 3 കിരീടങ്ങൾ നേടാൻ സാധിച്ചു. ക്രിസ്ത്യാനോയ്ക്ക് മുൻപ് പോർച്ചുഗൽ ഒരു കിരീടം പോലും നേടിയിരുന്നില്ല. ഞാൻ വന്നതിന് ശേഷം അവർ 3 കിരീടങ്ങൾ നേടി. എന്നെ സംബന്ധിച്ചിടത്തോളം യൂറോ 2016 കിരീടം ലോകകപ്പിനോളം തന്നെ മൂല്യമുള്ളത് തന്നെയാണ്. ഇന്നലത്തെ ഒരു മത്സരത്തിന് ശേഷം റൊണാൾഡോയുടെ വാക്കുകളാണ് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 രാത്രികളും ദുഃഖം നിറഞ്ഞ രാത്രി തന്നെയായിരിക്കും. ആദ്യം നെയ്മറിന് വിടവാങ്ങലും ഇപ്പോഴത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയും വേൾഡ് കപ്പിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ ഒരു പരാജയത്തിന് ശേഷം പരിശീലകൻ റോബർട്ടോ മാർട്ടിനസും പോർച്ചുഗലിനോട് വിട പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, അർജന്റീന ഇന്ന് റൗണ്ട് ഓഫ് 16 ഈജിപ്തിനെ നേരിടാനായിട്ട് പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നിക്കോ ഗോൺസാലസ്, ടാഗ്ലിയാഫിക്കോ, അതുപോലെ തന്നെ അൽവാരസ് പോലത്തെ താരങ്ങളെല്ലാം സ്റ്റാർട്ടിങ്ങിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അർജന്റീന കഴിഞ്ഞ മത്സരത്തിൽ ക്യാബ് വെർദയെ 3-2 എന്ന സ്കോറിലാണ് പരാജയപ്പെടുത്തിയത്. ഈജിപ്റ്റ് ആവട്ടെ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിജയിച്ചത്. അർജന്റീനയെ സംബന്ധിച്ച് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ലിയനാർഡോ പരഡസ് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ വരാനുള്ള ചാൻസുമുണ്ട്. അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുൻപ് തന്നെ ഈജിപ്തിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈജിപ്ത് ഡിഫൻസിലെ 2 സൂപ്പർ താരങ്ങൾക്കാണ് നിലവിൽ ഇപ്പോൾ പരിക്ക് വന്നിരിക്കുന്നത്. ഈജിപ്തിന്റെ താരമായിട്ടുള്ള അഹമ്മദ് ഫത്തോയി ഇന്നത്തെ മത്സരത്തിൽ കളിച്ചേക്കില്ല. താരത്തിന് മസിൽ ഇഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആവാനുള്ള ചാൻസ് കുറവാണ്. ഈജിപ്തിന്റെ മറ്റൊരു താരമായിട്ടുള്ള മുഹമ്മദ് അബ്ദുൾ മെനം എന്ന താരവും ഇന്നത്തെ മത്സരത്തിൽ കളിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം ആരംഭിക്കുന്നത്.